ഗുഡ് ഇൻ എന്ന് പറയുന്നത് ശരിയാണോ? നമുക്കതൊന്ന് നോക്കാം. മൈ ഫ്രണ്ട് ഈസ് ഗുഡ് ഇൻ മാത്സ്. എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ കണക്കിൽ വളരെ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണെന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം. ഇത് നമുക്ക് കേൾക്കുമ്പോൾ യാതൊരു സംശയവുമില്ലാതെ ഈ ആശയം മനസ്സിലാകുന്നുണ്ട്. ഇംഗ്ലീഷുകാർ ഗുഡ് ഇൻ എന്ന പ്രയോഗത്തിന് പകരം ഗുഡ് അറ്റ് എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതേ സെൻറ്റൻസ് തന്നെ ഗുഡ് അറ്റ് വെച്ച് പറഞ്ഞു നോക്കാം. മൈ ഫ്രണ്ട് ഈസ് ഗുഡ് അറ്റ് മാത്സ്. ഇനി ഒരാൾ ഏതെങ്കിലും വിഷയത്തിൽ മോശമാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയുക? ഹി വാസ് ബാഡ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. അങ്ങനെയാണോ? ഇവിടെയും അറ്റ് ഉപയോഗിക്കണമെന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. ഇതേപോലെ തന്നെ അറ്റ് തന്നെ ഉപയോഗിക്കേണ്ട വേറൊരു വാക്കാണ് പുവർ. ഒരു ഉദാഹരണം നോക്കാം. ദേ ആർ പുവർ അറ്റ് പ്രൊനൗൺസിങ് ഇംഗ്ലീഷ് വേർഡ്സ്. ഇവിടെയും ഇന്ത്യക്കാരിൽ പലരും ഇൻ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഇൻ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, അതാണ് വീക്ക്. ഉദാഹരണം പറഞ്ഞാൽ ഹീ ഈസ് വീക്ക് ഇൻ ഇംഗ്ലീഷ്. എന്നാൽ ഹീ ഈസ് വീക്ക് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, രണ്ടും ഒരേ അർത്ഥമാണ്.